കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരു അമ്പലമൊക്കെ കണ്ട് അതിങ്ങനെ ഭംഗി ആസ്വദിച്ച് വീണ്ടും ഞങ്ങൾ മുന്നോട്ട് പോയി. ഞങ്ങൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് മറ്റേ കല്യാണത്തിൻ്റെയൊക്കെ ഫ്ലെക്സ് പോലെ എന്തോ വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പം നമ്മൾ അമ്മാവണ്ടി എന്നൊക്കെ കുഞ്ഞിലേ പറയും, റോഡ് റോളർ കണ്ടു. അങ്ങനെ കുറേ മുന്നോട്ട് ഇങ്ങനെ പോയപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ പോലല്ല, നല്ല ഭംഗിയാണ് അവിടുത്തെ റോഡുകളൊക്കെ കാണാനായിട്ട്. ഇതൊക്കെ ഒരു ഗ്രാമപ്രദേശമാണ്, ഹൈവേ അല്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ചങ്ങ് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പം ഒരു മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് നല്ല വ്യൂ കണ്ട്. നല്ല മലകളും കുന്നിൻ ചെരുവുകളും അങ്ങ് അതിലൊരു ചെറിയ പുഴ പോലെ എന്തോ ഒരു സംഭവം ഉണ്ട്, അതും കാണാം. ഇങ്ങനെ പച്ച പിരിച്ച് മരങ്ങളൊക്കെ നിൽക്കണ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ റോഡ് സൈഡിൽ ഞങ്ങളിങ്ങനെ ഇത് ഒതുക്കിയപ്പോൾ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കാഴ്ചകളൊക്കെ പകർത്തി ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ കൂട്ടുകാരവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നേ. ഞാൻ ചുമ്മാ അവരെ ഒന്ന് ഫോക്കസ് ചെയ്തതാണ്. കുറച്ച് നേരം ഞങ്ങളവിടെ വിശ്രമിച്ചിട്ട് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. അങ്ങനെ ഒടുവിൽ ഞങ്ങൾ കൊടൈക്കനാലിൽ എത്തി. അവിടെ ചെന്നപ്പോൾ അതിമനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ മലകളിലൊക്കെ ഓരോ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. ആ ഓരോ കെട്ടിടങ്ങൾക്കും ഓരോ കളറാണ്. അകലെ നിന്നുള്ളൊരു വ്യൂവിൽ നല്ല രസമാണ് അത് കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ ആദ്യം അന്വേഷിച്ചത് ഒന്ന് വിശ്രമിക്കാനായിട്ട് ഒരു ചെറിയൊരു ഹോട്ടൽ മുറിയാണ് ഞങ്ങൾ തപ്പി നടന്നത്. പിന്നെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൻ്റെ ഒരു ബന്ധം വഴി അവിടെ ഒരു ചെറിയൊരു ലോഡ്ജിൽ ഞങ്ങൾ റൂമെടുത്തു. അത്യാവശ്യം തരക്കേടില്ലാത്തൊരു റൂമായിരുന്നു അത്. ഒരു 2000 രൂപ ഒരു റേറ്റിൽ ഞങ്ങൾക്ക് 2 മുറി അവിടെ കിട്ടി. അത് അഫോർഡബിൾ ആണോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. എന്താണേലും നമ്മളവിടെ നിന്ന് മേളിൽ നിന്നുള്ളൊരു കാഴ്ചയാണിത്. ആ റൂമിൽ നിന്ന് നോക്കുമ്പോൾ മുന്നേ പറഞ്ഞ പോലെ ആ മലകളുടെയും ആ കുന്നിൻ ചെരുവുകളിലൊക്കെ ഉള്ള എല്ലാ കെട്ടിടങ്ങളും പല കളറിലായിട്ട് ഈ ഒരു ലോഡ്ജിൽ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് ഞാനും എൻ്റെ വേറൊരു കൂട്ടുകാരൻ ജിൻഡോയും കൂടെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു സ്റ്റേ. അപ്പോൾ ഞങ്ങളുടെ റൂമിൽ നിന്നുള്ളൊരു വ്യൂ ആണിത്. അവിടെ നിന്ന് ഇറങ്ങി മറ്റ് 2 കൂട്ടുകാർ കിടക്കണ റൂമെന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. ഞങ്ങൾ കയറി വരുമ്പോൾ ഇങ്ങനെ ഒരു വലിയ ഹാളാണ്. ഇതിൻ്റെ റൈറ്റിൽ കാണുന്നത് ഞാനും ജിൻഡോയും കിടക്കുന്നത്, അപ്പുറത്ത് രജീഷും ഉണ്ണിയും കിടക്കുന്ന റൂമാണ്. അപ്പോൾ അവിടെ നിന്നുള്ളൊരു വ്യൂ ഞാൻ അവിടെ ചെന്ന് കാണിച്ചു തരാവേ. യാത്രാക്ഷീണം കൊണ്ട് ഞാൻ കയറി ചെന്നപ്പോൾ 2 പേരും കിടന്ന് ഉറങ്ങുവാണ്. ഇങ്ങനെയാണ് ആ റൂമിൻ്റെ ഒരു ഇൻറ്റീരിയർ വരുന്നത്. ഒരുപാട് ഇടയൊന്നുമില്ല, ഒരു കുറച്ച് ഇടയുള്ളൂ, എന്നാലും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ആ റൂമിൻ്റെ ബാൽക്കണിയിലേക്ക് കയറുവാണേ. അപ്പോൾ ബാൽക്കണിയുടെ ഒരു വലിപ്പം ഈ അറ്റത്ത് നിന്ന് നോക്കിയാൽ ഇങ്ങോട്ടുള്ള വ്യൂ എന്താ ഇങ്ങനെയാണ്. ഇത്ര ഏരിയ ഉള്ള ഒരു ടേബിളൊക്കെ ഉണ്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാനായിട്ട്. ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടേക്കുള്ള വ്യൂ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു മഴവിൽ കെട്ടിടങ്ങൾ. ഈ കാണുന്നതാണ് ഞാനും ജിൻഡോയും കിടക്കുന്ന റൂമിൻ്റെ ആ ബാൽക്കണി. കുറച്ച് മുമ്പ് ഞാൻ അവിടെ നിന്നാണ് വീഡിയോ എടുത്തത്. താഴെ എന്തോ പണികളൊക്കെ നടക്കുന്നുണ്ട്, എന്തോ ഹിന്ദിക്കാരൊക്കെ. പിന്നെ എൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ എന്തോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ പാർക്കൊക്കെ ഉണ്ട്. പക്ഷേ ആ പാർക്കിൽ ഭയങ്കരമായിട്ട് കാട് പിടിച്ചൊക്കെ കിടക്കുമായിരുന്നു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. ഞാനും ജിൻഡോയും കൂടെ സ്റ്റേ ചെയ്യുന്ന, അല്ലെങ്കിൽ അവിടെ ഞാനും കൂട്ടുകാരെല്ലാം കൂടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു. അവിടെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഞങ്ങൾ രാത്രിയിൽ വർത്താനം പറഞ്ഞിരിക്കുന്നത് പിന്നെ കിടക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വീഡിയോ ആണ്. പിന്നെ വീഡിയോകളൊന്നും ചിത്രീകരിച്ചില്ല. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഞാൻ ഒരു പ്രഭാതം കാണാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ പാർക്ക്, കുട്ടികളുടെ പാർക്ക് നേരിട്ടിങ്ങനെ ഒന്ന് കുറച്ച് നേരം ആസ്വദിച്ചു. അപ്പോഴാണ് അങ്ങ് അകലെ അവക്കാഡോ മരം കണ്ടത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ അവക്കാഡോ എന്ന് പറയുന്ന സാധനം ഞാൻ കഴിച്ചിട്ടുമില്ല, കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. എൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ തലേദിവസം ഞങ്ങൾ ചന്തയിൽ പോയപ്പോൾ ഞാനൊരു അവക്കാഡോ മേടിച്ചു, ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാനായിട്ട്. എന്നിട്ട് അത് ഇപ്പോൾ തൊലിയൊക്കെ പൊളിച്ചിട്ട് തലങ്ങും വിലങ്ങും ഒക്കെ കടിച്ചു പറിക്കുകയൊക്കെ ചെയ്ത് പല്ലിൻ്റെ പ്രിൻ്റൊക്കെ അതിലുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നൊന്നും അറിയത്തില്ല. പിന്നെ നമുക്ക് വേറൊരാൾ പറഞ്ഞു തന്നു ഇത് ഈ പാലിൻ്റെ അകത്ത് ജ്യൂസ് അടിച്ച് കുടിച്ചാലേ അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. രാവിലെ ഞങ്ങൾ ഒരുങ്ങി. ഇനി ഞങ്ങൾ പോകാൻ തീരുമാനിച്ചേക്കുന്നത് ഗുണ കേവിലേക്കാണ്. ഗുണ കേവ് എന്ന് പോയി കാണണമല്ലോ. കാരണം കൊടൈക്കനാൽ വന്ന ഗുണ കേവ് കാണാതെ പോകുന്നത് എങ്ങനെയാണ്. ഞങ്ങൾ രാവിലെ ഇങ്ങനെ ഒരുങ്ങി
റൂം നമ്മൾ വെക്കേറ്റ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങോട്ട് തിരിച്ച് വരുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് ഇറങ്ങി പോവുകയാണ്. ഇതാണ് ആ ഒരു കെട്ടിടത്തിൻ്റെ മുന്നിൽ നിന്നുള്ള റിവ്യൂ. ഇങ്ങനെ ഒരു നടപ്പാതയൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഞാൻ തിരിച്ചൊന്ന് കാണിച്ചു തരാം ആ ഒരു ഹോട്ടൽ മുറി. ഇതാണത്. നമ്മൾ കുറേ നേരം അവിടെ ഇങ്ങനെ ക്യാമറ സ്റ്റേ ചെയ്തില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ വേറെ ഒന്നും ആലോചിച്ചില്ല. നന്നായിട്ട് വിശക്കുന്നുണ്ട്. രാവിലെ അല്ലേ, ഗുണാക്കേവിലേക്ക് പോകുന്ന വഴിക്ക് ഫുഡും കാര്യങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലോ, അതുകൊണ്ട് ഞങ്ങളൊരു ഹോട്ടൽ അന്വേഷിച്ച് രാവിലെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങളൊരു ഹോട്ടലിൽ എത്തിപ്പെട്ട്, പക്ഷെ അവിടെ ഭയങ്കര റേറ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ മസാല ദോശ എത്തി. മസാല ദോശ കഴിച്ചു. പക്ഷേ ഒരു മസാല ദോശ കൊണ്ട് ഞങ്ങൾക്കൊന്നും ആയില്ല. നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ മസാല ദോശയ്ക്ക് അവിടെ. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ 800 സംതിങ് രൂപയായെന്ന് മാത്രം ഓർമ്മയുണ്ട്. അതെന്തിനാണ് ആയെന്നൊന്നും അറിയത്തില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് ഒരു ലേക്കിലേക്കാണ്. അപ്പോൾ ലേക്കിൻ്റെ സൈഡ് വഴി കുറേ കടകളുണ്ട്. ഞങ്ങളതിങ്ങനെ ആസ്വദിച്ച് നടന്നു. നല്ല ഡ്രസ്സുകൾ, ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കടകളിങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഈ ഒരു സ്ട്രീറ്റ് വഴി ഇങ്ങനെ നടക്കാനായിട്ട് നല്ല രസമാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് കേട്ടോ ലേക്കുള്ളത്. ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഇതുപോലുള്ള കടകളൊക്കെ ഉണ്ട്. ഈ ചോക്ലേറ്റുകളൊക്കെ വിൽക്കുന്ന ഒരു കട കണ്ട് ഞാൻ അവിടെ നിന്ന് കുറച്ച് ചോക്ലേറ്റ് മേടിച്ചതുണ്ട്. ചോക്ലേറ്റാണിത് മൊത്തം. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ, പാവകൾ, പെൺകുട്ടികൾക്കുള്ള ഡ്രസ്സുകൾ, അങ്ങനെ ഒത്തിരി നമുക്ക് കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ തോന്നും. പക്ഷെ മേടിക്കാനായിട്ട് ഞങ്ങളുടെ കയ്യിൽ അതിന് മാത്രം സാമ്പത്തികമൊന്നും ഇല്ലായിരുന്നു. നമ്മളൊക്കെ സാധാരണക്കാരല്ലേ. എന്താണേലും അത് ഞാൻ അങ്ങേ അറ്റത്തുനിന്ന് ഇങ്ങേ അറ്റം വരെ ഇങ്ങനെ എല്ലാ കടകളും ഇങ്ങനെ കണ്ട് ഇങ്ങനെ നടന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ വാച്ചുകളൊക്കെ കണ്ടപ്പോൾ അങ്ങനെ നോക്കി. കീ ചെയിനുകൾ, അങ്ങനെ എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ട്. മാലകൾ എല്ലാം ഇങ്ങനെ കണ്ട് കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് ഈ കടകളിൽ ഇതൊക്കെ ഇങ്ങനെ നിരത്തി ഇടുമ്പം കാണാനായിട്ട് നല്ല ഭംഗിയാണല്ലോ. അപ്പം ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ കണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. ഡ്രസ്സുകളൊക്കെ കാണാൻ നല്ല വെറൈറ്റി കളേഴ്സൊക്കെ ഉണ്ട്. ക്ലോത്തൊക്കെ നല്ലതാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. നമ്മളൊന്നും മേടിച്ചില്ല. പിന്നെ ഞങ്ങൾക്ക് പിന്നെ ബോട്ടിങ്ങിന് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ 2 കപ്പിൾസ് ഈ ചവിട്ടി പോകുന്ന ഒരു ബോട്ട് കണ്ടു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പൂതി ബോട്ടേ കയറണമെന്ന്. പക്ഷേ ബോട്ട് അവൈലബിൾ അല്ലായിരുന്നു എന്ന് തോന്നുന്നു. കാരണം നമുക്കപ്പോൾ പിന്നെ സമയം പോവുകയല്ലേ. നമ്മൾ ഗുണാക്കേവിലേക്ക് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് അപ്പോഴാണ് രജീഷിന് അവൻ്റെ കൊച്ചിനൊരു പാവ മേടിക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പോയി പാവയൊക്കെ നോക്കി. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഓരോന്ന്. മറ്റന്മാർ 2 പേരും അത് നോക്കി നിൽക്കുക. അങ്ങനെ അതിൽ നിന്നൊരു പാവ അവൻ മേടിച്ചു. എന്നാലും നമ്മൾ ഈ കടകളുടെ ഇങ്ങോട്ട് വരാൻ നേരത്ത് നമ്മുടെ ശ്രദ്ധ കൂടുതൽ ഇങ്ങനെ ഇരിക്കുന്ന സാധനങ്ങളിലായിരിക്കും. പിന്നെ ഞങ്ങൾ കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് അവിടെ സൈക്ലിങ് കണ്ടത്. അതായത് ഒരു സൈക്കിളിൽ 2 പേർക്ക് ഇരിക്കാം, പുറകിലിരിക്കുന്ന ആൾക്കും ചവിട്ടാം. അപ്പം ഞങ്ങൾക്കത് കണ്ടപ്പം കുറേ നാളായി സൈക്കിളൊക്കെ ചവിട്ടിയിട്ട് എന്നാൽ ചവിട്ടിയേക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ പൈസ കുറച്ച് കൂടുതലാണ്. 150 രൂപയ്ക്കാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എന്നാലും സാരമില്ല, ഞങ്ങൾ 2 പേരും ഓരോ സൈക്കിളെടുത്ത് ചവിട്ടാനിറങ്ങി. രജീഷും ജിൻഡോയും കൂടെ ചവിട്ടാൻ വേണ്ടി പാടുപെടുന്നതാണ്. കുറേ നാൾ കൂടിയാണല്ലോ ചവിട്ടുന്നത്. ഞങ്ങൾ സൈക്കിൾ ചവിട്ടിയിട്ട് ഒത്തിരി നാളായി. അപ്പോൾ അതിൻ്റെ ഒരു നൊസ്റ്റാൾജിക് ഓർമ്മയ്ക്കും കൂടിയാണ് ഞങ്ങൾ സൈക്കിൾ ചവിട്ടാമെന്ന് വിചാരിച്ചത്. ഈ സൈക്കിൾ ചവിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലേക്കിൻ്റെ സൈഡ് വഴി റോഡുണ്ട്. ആ റോഡ് നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് തുടങ്ങിയത് അങ്ങനെ ചവിട്ടി ലേക്കിൻ്റെ സൈഡ് വഴി ഇങ്ങനെ ചവിട്ടി നമുക്ക് വന്ന സ്ഥലം, നമ്മൾ പോയ സ്ഥലത്തേക്ക് നമുക്ക് വന്നിറങ്ങാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു രസം, ചവിട്ടാനുള്ള ഏരിയ. അപ്പം നമ്മളിങ്ങനെ സൈക്കിൾ ചവിട്ടി തുടങ്ങിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഉദ്ദേശിക്കുന്ന പോലെയല്ല, ലേക്ക് അത്യാവശ്യം വലുതാണ്. മാത്രമല്ല നമുക്ക് ബോറടി തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലേക്കിൻ്റെ സൈഡ് വഴി നമ്മളിങ്ങനെ സൈക്കിൾ ചവിട്ടി പോകുമ്പം ഓരോ വ്യത്യസ്തമായിട്ടുള്ള കടകൾ, ഇത് കണ്ടില്ലേ, ഒരു ഫോട്ടോഗ്രാഫർ കപ്പിൾസിനെ വെച്ച് ഫോട്ടോ എടുക്കുന്നത്. ഇത് കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷം. ഞാനും ഒരു ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ടായിരിക്കാം. പിന്നെ കുറേ കുതിര സവാരി ഇങ്ങനെയൊക്കെ കണ്ട് നമ്മൾ സൈക്കിൾ ചവിട്ടി പോകുമ്പോൾ നമ്മൾ സൈക്കിൾ ചവിട്ടുന്നതിൻ്റെ ഒരു സ്ട്രെസ്സും വരികയില്ല. ഇത്തിരി കാഴ്ചകളുള്ളതുകൊണ്ട് നമുക്ക് നല്ല ഭംഗിയാണ് ഇതൊക്കെ കണ്ടു പോകാനായിട്ട്. അവന്മാർ ഞങ്ങളുമായിട്ട് ഭയങ്കര മത്സരമായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും മത്സരിക്കും, അവന്മാരിങ്ങോട്ടും മത്സരിക്കും. എന്നാലും നമുക്ക് ബോറടിക്കുകയില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ചെറുതായിട്ട് ചാറ്റൽ മഴയുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളൊരു മഴയുടെ ഒരു സമയത്താണ് പോയത്. അതിൻ്റെ റോഡ് സൈഡിൽ മഴയുണ്ട്. ചെറിയ ചാറ്റൽ മഴ ഉള്ളതുകൊണ്ട്
ഞാൻ ജാക്കറ്റൊക്കെ തലവഴി ഇട്ടേക്കണമാണ്. ചെറിയ ജലദോഷത്തിൻ്റെ ഒരു കോളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മമാർ സൈക്കിൾ നിർത്തിയിട്ടേക്കുക. എന്നയുടെ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അമ്മമാർ പറഞ്ഞ് എടാ അവിടെ ഒരു ചായക്കടയുടെ നമുക്കൊരു ചായ കുടിച്ചിട്ട് പോകാം. അങ്ങനെ ചായക്കടയുടെ മുന്നിൽ നിന്നുള്ളൊരു വ്യൂ ഇങ്ങനെയാണ്. ചായക്കട എന്ന് പറഞ്ഞാൽ വലിയ ചായക്കടയല്ല, ഒരു ചെറിയ മാടക്കട പോലത്തെ ഇതാണ്. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തി. അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ അതിസുന്ദരമായ മുഖം വെച്ച് ഞാനൊരു വീഡിയോ എടുത്തു. നല്ല തണുപ്പാണ്, നല്ല കാറ്റാണ്, ചെറുതായിട്ടിങ്ങനെ മഴ പൊടിയുന്നുണ്ട്. അതുകൊണ്ട് വേറൊരു വൈബാണ് നമുക്കവിടെ ചെന്ന് കഴിഞ്ഞാൽ. പിന്നെ ഞങ്ങൾ സൈക്കിൾ ചവിട്ടി യാത്ര തുടർന്നു. മിക്കപ്പോഴും ഞങ്ങൾ മുമ്പിലായിരിക്കും, അമ്മമാർ പുറകെ വന്ന് ഞങ്ങളെ മുന്നിലേക്ക് ചവിട്ടി തോപ്പിക്കും. ആവേശഭരിതമായിട്ടാണ് ചവിട്ടുന്നത്. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ്ട് നമ്മളാണ്ട് മത്സരത്തിന് പോകുന്ന പോലെ ഞങ്ങളുടെ പുറകെ കൂടെ വരിക, ഞങ്ങളെ ഓവർടേക്ക് ചെയ്യുക. ഇതൊക്കെയാണ് അവരുടെ വിനോദം. ഓരോരുത്തർക്കും ഓരോ വിനോദമല്ലേ, പാവങ്ങൾ. ഇതിൽ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എത്ര ചവിട്ടിയിട്ടും ഈ ലേക്ക് ഇങ്ങനെ നീണ്ട നിവർന്ന് കിടക്കുകയാണ്. ഇത് തീരുന്നില്ല. എത്രയാണെന്ന് വെച്ചാൽ ചവിട്ടുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ, ഇത് തീരുന്നില്ല. ഞങ്ങളിനി തിരിച്ചു പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒത്തിരി ചവിട്ടേണ്ടി വരും. തിരിച്ചു പോകുന്നതിനെ കഴിഞ്ഞ് നല്ലത് പോകുന്ന വഴിക്ക് അങ്ങ് പോകുക എന്നുള്ളതാണ്. പിന്നെ പോകുന്ന വഴിക്ക് ഈ തോക്ക് കൊണ്ട് ഈ ബലൂണുകളൊക്കെ ഇങ്ങനെ വെടിവെച്ച് പൊട്ടിക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ കണ്ട്, അതെല്ലാം കണ്ടിങ്ങനെ ഞങ്ങൾ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോകും തോറും ലേക്ക് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ലേക്കിൻ്റെ നടുവിൽ ഇങ്ങനൊരു വലിയ വാട്ടർ ഷോ കണ്ടത്. പിന്നെ കുറച്ചും കൂടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കുതിര സവാരിക്കുള്ള ഒരു സംഭവങ്ങളൊക്കെ കണ്ടു. അതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് ഞങ്ങൾ വീണ്ടും സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഏതാണ്ട് 1 മണിക്കൂറോളം വേണ്ട സൈക്കിൾ ചവിട്ടിയിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് എൻഡിങ് പോയിൻറ്റിലേക്ക് വന്നത്.